സമൂസ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ആദ്യമായിട്ടാണ്. വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ടൈമിൽ കണ്ടിട്ടുള്ള റെസിപ്പി കൂടിയാണിത്. ഇത് കണ്ടപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഈ സമൂസയ്ക്ക് രണ്ട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിലൊന്ന് ഈ ഫില്ലിങ്സ് ഒന്നും കുക്കഡ് അല്ല. അതിൽ രണ്ടാമത് വരുന്നത് ഇതിനെക്കുറിച്ച് നല്ല ക്രഞ്ചി കൂട്ടാൻ വേണ്ടി നമ്മുടെ സമൂസ ലീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടത് സവാള, പച്ചമുളക്, കറി ലീവ്സ്, മല്ലിയില, പിന്നെ വേണ്ടത് പൗഡേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദാ ഈ ഒരു സൗണ്ട് കേട്ടില്ലേ, ഇതുപോലെ ഉണ്ടാവട്ടാ. ഇത് കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് ഇത്രയ്ക്കും അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയ ടൈമിലാട്ടോ ഇതെനിക്ക് മനസ്സിലായത്. നോമ്പൊക്കെ കഴിയാറായി. അപ്പോൾ ഇനിയും പെട്ടെന്ന് എന്തെങ്കിലും ഈസി സ്നാക്സ് ഒക്കെ ആർക്കെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ സാധാ സമൂസൻ്റെ ഷേപ്പിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പും കൂടിയാണ് ഇതിന് വരുന്നത്. മടിപിടിച്ചിരിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹൈദരാബാദി സമൂസ ആട്ടോ ഇത്. എപ്പോഴും ബീഫും ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ഇതെന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് ഇതന്നെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.